ഖുർആൻ ആസ്വാദനം 47 ഭാഗം മൂസാ നബിയുടെ കിതാബ്. വിശുദ്ധ ഖുർആൻ 2 അധ്യായം സൂറത്തുൽ ബഖറ 53 ആയത്ത്. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. മൂസയ്ക്ക് നാം വേദഗ്രന്ഥവും സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന പ്രമാണവും നൽകിയ സന്ദർഭം നിങ്ങൾ നേർവഴിയിലാകാൻ വേണ്ടി. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ഈ ആയത്തിൽ വഇദ് ആതൈന എന്ന സ്ഥലത്ത് വഇദ് ആതൈന എന്ന് പറയുന്ന ചിലരെ കാണാറുണ്ട്. വഇദ് കൽക്കലയുടെ അക്ഷരമല്ല, മുഴക്കരുത്. വഇദ് ആതൈന ചെറിയൊരു കാറ്റോടുകൂടെ വഇദ് എന്ന് പറയാം. വൽ ഫുർഖാന അവിടെ റോ ഖാഫ് ഒക്കെ പറയുമ്പോൾ നല്ല സ്വരഭാരത്തോടു കൂടെ വായ നിറച്ച് ഇസ്തിഅലാഇൻ്റെ തഫ്ഖീമിൻ്റെ അക്ഷരമാണ് എന്ന് ഓർത്തുകൊണ്ട് ഫുർഖാന അങ്ങനെ തന്നെ നമ്മൾ ഓതേണ്ടതുണ്ട്. ലഅല്ലക്കും തഹ്തദൂൻ അവിടെയും ഹാക്ക് സുക്കൂൻ വരുന്ന സ്ഥലത്ത് തഹ്തദൂൻ എന്നായി പോരുത്, തഹ്തദൂൻ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അൽ കിതാബിനെയാണ് വേദഗ്രന്ഥം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 200ഓളം തവണ ഖുർആൻ അൽ കിതാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വേദഗ്രന്ഥത്തെ അൽ കിതാബ് എന്നും വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവരെ അഹ്ലുൽ കിതാബ് എന്നും വിളിക്കുന്നത് ഖുർആനിന്റെ ഒരു പൊതുശൈലിയാണ്. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവർക്കാണ് കിതാബ് നൽകിയതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ എല്ലാ വേദങ്ങളെയും അൽ കുത്തുബ് അഥവാ കിതാബുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിക്ക് നൽകിയ സബൂറിനെ കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ഒരു സമ്പൂർണ്ണ നിയമസംഹിത എന്ന നിലയിലുള്ള അൽ കിതാബ് എന്ന പദവി അതിന് നൽകി കാണുന്നില്ല. സ്വതന്ത്ര നിയമസംഹിതയേക്കാൾ ഒരു ദൈവസ്ത്രോത്ര കൃതിയായിരുന്നു അതെന്നാണ് ബൈബിളിലെ സങ്കീർത്തന പുസ്തകവും ഖുർആനിലെ പരാമർശങ്ങളും താരതമ്യം ചെയ്താൽ മനസ്സിലാവുക. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന പ്രമാണം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൽ ഫുർഖാനിനെയാണ്. ഖുർആനിൽ 6 തവണ അൽ ഫുർഖാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ ഫുർഖാൻ നൽകിയതായി 3 തവണയും മൂസാ നബി അലൈഹി സ്വലാമിക്ക് അൽ ഫുർഖാൻ നൽകിയതായി 2 തവണയും ഖുർആനിലുണ്ട്. സൂറത്തുൽ ഫുർഖാൻ എന്നാണ് ഖുർആനിലെ 25 അധ്യായത്തിന്റെ പേര്. സത്യവും അസത്യവും വേർതിരിച്ച യുദ്ധമെന്ന നിലയിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് യൗമൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. 8 അധ്യായം 41 സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽ ഫുർഖാൻ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് ഖുർആനിനെ കുറിച്ചാണെന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. 2 അധ്യായം 145 സൂക്തം, 3 അധ്യായം 6 സൂക്തം, 25 അധ്യായം 1 സൂക്തം. മൂസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽ ഫുർഖാൻ എന്ന് പ്രയോഗിച്ചത് അദ്ദേഹത്തിന് നൽകിയതായി ഖുർആൻ പരാമർശിക്കുന്ന വേദഗ്രന്ഥത്തെക്കുറിച്ചാണോ അതല്ല കടൽ പിളർത്തിയതുപോലെയുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രണ്ടായിരുന്നാലും ഫുർഖാൻ എന്ന വിശേഷണത്തിന് അർഹമാണവ. അവ രണ്ടും സത്യാസത്യ വിവേചകം തന്നെ ആയിരുന്നു എന്നതിൽ സംശയമില്ല. മൂസാ നബി അലൈഹിസ്സലാമിയുടെ പേര് 136 തവണയാണ് ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നത്. തൗറാത്ത് എന്ന് 18 തവണയും ഖുർആനിലുണ്ട്. എന്നാൽ ഖുർആനിൽ ഒരിടത്തും തൗറാത്തിനെ മൂസാ നബി അലൈഹിസ്സലാമിക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമായി പരിചയപ്പെടുത്തുന്നില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട തൗറാത്തിനെ കുറിച്ച് 1 തവണ ഖുർആൻ പറയുന്നുമുണ്ട്. 3 അധ്യായം 50 സൂക്തം, 5 അധ്യായം 110 സൂക്തം. അത്ര പോലും മൂസാ നബി അലൈഹിസ്സലാമയുമായി തൗറാത്തിനെ ഖുർആൻ ബന്ധപ്പെടുത്തുന്നില്ല. സ്വഹീഹായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് അവതരിപ്പിച്ചതാണെന്ന് പരാമർശിക്കുന്നുണ്ട്. പുനരുത്ഥാനത്തിന് ശേഷം വിചാരണ വേഗത്തിലാക്കുന്നതിന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി പ്രവാചകന്മാരുടെ പലരുടെയും അടുക്കലുമെത്തുന്ന മനുഷ്യരോട് അവരെല്ലാം പറയുന്ന ഒഴികഴിവുകളെപ്പറ്റി വിശദീകരിക്കുന്ന ഹദീസിലാണത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ അടുത്ത് പോകാനായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് അള്ളാഹു തൗറാത്ത് നൽകുകയും നേർക്കുനേർ സംസാരിക്കുകയും സംഭാഷണത്തിനായി തന്റെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്ത ദാസനായ മൂസയുടെ അടുക്കലേക്ക് പോവുക എന്നാണ്.
അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്തത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിക്ക് അൽ കിതാബ് നൽകിയതായി ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട്. അൽ ബഖറയിൽ തന്നെ ഈ വചനത്തിൽ കൂടാതെ 87-ാം വചനത്തിലും മൂസാ നബി അലൈഹിസ്സലാമിക്ക് അൽ കിതാബ് നൽകിയതായി പരാമർശിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിക്ക് ലഭിച്ച കിതാബ് എന്താണ്? തൗറാത്തിനെ കുറിച്ച് തന്നെയാണോ ഖുർആനിൽ കിതാബ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിക്ക് കിതാബ് നൽകി എന്ന് ആവർത്തിക്കുമ്പോഴും തൗറാത്ത് നൽകിയെന്ന് ഖുർആൻ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? തൗറാത്ത് എന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിക്ക് നൽകിയ ഗ്രന്ഥത്തിന്റെ പേര് എന്ന് സ്വഹീഹായ ഹദീസിൽ നിന്ന് വ്യക്തമായിരിക്കെ ഖുർആൻ എന്തുകൊണ്ടായിരിക്കും അക്കാര്യം വ്യക്തമായി പ്രതിപാദിക്കാത്തത്? തോറ എന്ന ഹിബ്രു പദത്തിന്റെ അറബി ലിപ്യന്തരണമാണ് തൗറാത്ത്. വഴി കാണിക്കുക, പഠിപ്പിക്കുക എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഹിബ്രു ത്രയാക്ഷരങ്ങളിൽ നിന്നാണ് തോറ ഉണ്ടായിരിക്കുന്നത്. നിയമം എന്നോ അനുശാസനം എന്നോ അധ്യാപനം എന്നോ അർത്ഥം പറയാവുന്ന പദമാണ് തോറ. അബ്രഹാം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു എന്ന വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 5-ാം വചനം നിയമങ്ങൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് തോറ എന്ന ഹിബ്രു പദത്തിന്റെ ബഹുവചനമായ തൗറാത്തേയാണ്. അബ്രഹാമിനെ തൽമൂദ് വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ ജൂതൻ എന്നാണ്. ദൈവം തെരഞ്ഞെടുക്കുകയും പ്രത്യേകമായ ഉടമ്പടി ഉണ്ടാകുകയും ചെയ്തതിനാലാണ് അദ്ദേഹം ആദ്യത്തെ ജൂതനാകുന്നത് എന്നാണ് വിശദീകരണം. അബ്രഹാം പാലിച്ച നിയമങ്ങൾ മോശയ്ക്ക് സിനായിൽ വെച്ച് കർത്താവ് നൽകിയ നിയമങ്ങൾ തന്നെയാണെന്നാണ് യഹൂദ വിശ്വാസം. അബ്രഹാം എന്റെ വാക്കുകേട്ട് എന്റെ ആജ്ഞയും കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോശയ്ക്ക് ലഭിച്ച നിയമങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. സീനായിൽ വെച്ച് മോശയ്ക്കാണ് തോറ നൽകിയതെങ്കിലും തലമുറകൾക്ക് മുമ്പ് അബ്രഹാം അതേ നിയമങ്ങൾ തന്നെ പാലിച്ചിരുന്നുവെന്നാണ് യഹൂദർ കരുതുന്നത് എന്നർത്ഥം. യഹൂദർ തങ്ങളുടെ ഗ്രന്ഥങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്നത് തനാക്ക് എന്നാണ്. തോറ, നെവീം, കെത്തുവീം എന്നീ 3 ഗ്രന്ഥ സമുച്ചയങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ പദമാണത്. മോശ എഴുതിയതായി കരുതപ്പെടുന്ന ബറേഷിറ്റ്, ഷെമോട്ട്, വായ്ക്ര, ബാമിദ്ബാർ, ദേവാരീം എന്നീ 5 പുസ്തകങ്ങളെയാണ് അടിസ്ഥാനപരമായി തോറ എന്ന് വിളിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളിൽ ക്രൈസ്തവ ബൈബിളിലെ പഴയ നിയമത്തിൽ കാണുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളാണിവ. പഞ്ചപുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ ചുമാഷ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. ഇവയെല്ലാം മോശ എഴുതിയതായാണ് യഹൂദർ വിശ്വസിക്കുന്നതെങ്കിലും മോശയുടേതല്ലെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന പരാമർശങ്ങളും ഇവയിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് മോശയുടെ മരണത്തെക്കുറിച്ച ദേവാരീമിന്റെ അവസാനത്തെ വരികളിലുള്ള പരാമർശങ്ങൾ. മോവാബ് ദേശത്ത് വെച്ചുള്ള മോശയുടെ മരണത്തെയും മരണസമയത്തെ പ്രായത്തെയും ബെത്പെരിയോറിന് എതിർവശത്തുള്ള താഴ്വരയിലെ അദ്ദേഹത്തിന്റെ ശരീര സംസ്കാരത്തെയും കുറിച്ച പരാമർശങ്ങൾ ഏതായാലും മോശ എഴുതിയതാകാൻ വഴിയില്ലല്ലോ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നോക്കുക. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന വചനം മോശയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മോശയുടെ മരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ യോശുവയാണ് എഴുതിയത് എന്നാണ് റബ്ബിമാരുടെ വിശദീകരണം. മോശയുടേതെന്ന് കരുതപ്പെടുന്ന പുസ്തകങ്ങളിലെ ഒരു ഭാഗം മോശയല്ല എഴുതിയതെന്ന് വ്യക്തമാണെങ്കിൽ മറ്റു ഭാഗങ്ങളെല്ലാം മോശയാണ് എഴുതിയതെന്ന് എങ്ങനെ ഉറപ്പിക്കാനാവും എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി പറയാൻ യഹൂദ റബ്ബിമാർക്കോ ബൈബിൾ വ്യാഖ്യാതാക്കളായ ക്രൈസ്തവ പണ്ഡിതന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. നെവീം എന്നാൽ പ്രവാചകന്മാർ എന്നാണ് അർത്ഥം. 2 വിഭാഗം പ്രവാചക പുസ്തകങ്ങളാണുള്ളത്. പ്രാചീന പ്രവാചകന്മാർ എന്നർത്ഥമുള്ള നെവീം, റിഷോനിം എന്ന് വിളിക്കപ്പെടുന്ന യഹോശുവ അഥവാ യോശുവ, ഷോഫ്റ്റിം അഥവാ ന്യായാധിപന്മാർ, ഷ്മുവൽ അഥവാ 1-2 സാമുവൽ, മെലക്കിം അഥവാ 1-2 രാജാക്കന്മാർ എന്നീ 4 ഗ്രന്ഥങ്ങളാണ് ഒന്നാമത്തെ വിഭാഗം. പിൽക്കാല പ്രവാചകന്മാർ എന്ന അർത്ഥമുള്ള നെവീം, ആഹ്റോനിം എന്ന് വിളിക്കുന്ന യെശയ്യ, ഇരമ്യ, എസക്കിയേൽ, ഷ്നീം അസർ അഥവാ ക്രൈസ്തവ ബൈബിളിലെ ഹോശ, ജോയേൽ, ആമോസ്, ഒബദ്യ, യോന, മീക്ക, നഹം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സക്കറിയ, മലാക്കി
എന്നീ 12 ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒറ്റ പുസ്തകം എന്നിവയാണ് രണ്ടാമത്തെ വിഭാഗം. കെത്തുവിം എന്നാൽ എഴുത്തുകൾ എന്നാണ് അർത്ഥം. തെഹില്ലിം അഥവാ സങ്കീർത്തനങ്ങൾ, മിഷ്ലി അഥവാ സുഭാഷിതങ്ങൾ, ഇയ്യോവ് അഥവാ ഇയ്യോബ്, ഷിർഹാഷിറിം അഥവാ ഉത്തമഗീതം, റൂത്ത് ഈഖ അഥവാ വിലാപങ്ങൾ, കോഹലത്ത് അഥവാ സഭാപ്രസംഗകൻ, എസ്തേർ, ദാനിയേൽ, എസ്ര, നെഹമിയ, ദിവ്രെ ഹയമിൻ, 1-2 ദിനവൃത്താന്തം എന്നീ 11 പുസ്തകങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. തനാക്കിൽ മൊത്തത്തിൽ 24 പുസ്തകങ്ങളാണുള്ളത്. അവയിൽ പ്രധാനപ്പെട്ടതും മോശ എഴുതിയതായി കരുതപ്പെടുന്നതുമായ ചുമാഷ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് തോറ എന്ന് വിളിക്കുന്നതെങ്കിലും തനാക്കിലെ മറ്റു പുസ്തകങ്ങളെ ഉദ്ധരിക്കുമ്പോഴും അത് തോറയിലുള്ളതാണെന്ന് യഹൂദ റബ്ബിമാർ പറയാറുണ്ട്. 5 പുസ്തകങ്ങളുള്ള തോറ, 24 പുസ്തകങ്ങളുള്ള തോറ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ യഹൂദ സാഹിത്യങ്ങളിൽ കാണാൻ കഴിയും. പഞ്ചപുസ്തകങ്ങളിൽ ആകെ 613 കൽപ്പനകളാണുള്ളത്. എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന 248 കൽപ്പനകളും എന്തൊക്കെ ചെയ്യരുതെന്ന് വ്യക്തമാക്കുന്ന 365 എണ്ണവുമാണ് തോറയുടെ നട്ടെല്ല്. ഈ കൽപ്പനകളെ മിഡ്സോട്ട് എന്നാണ് വിളിക്കുക. തോറയിലെ ആദ്യ പുസ്തകമായ ബെറേഷിറ്റിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാനുള്ള നിർദ്ദേശമല്ലാതെ 1-ാം അധ്യായം 28-ാം വചനം കാര്യമായ കൽപ്പനകളൊന്നും പരാമർശിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും മുതൽ യാക്കോബിന്റെയും മക്കളുടെയും കഥയും യോസേഫിന്റെ മരണവും വരെയുള്ള ചരിത്രമാണ് അതിലുള്ളത്. യാക്കോബിന്റെ മക്കളിൽ നിന്നുണ്ടായ ഇസ്രായേല്യരുടെ ഈജിപ്തിലെ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഷെമോട്ട് മുതൽ മോശയുടെ മരണത്തോടെ അവസാനിക്കുന്ന ദേവാരീം വരെയുള്ള 4 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുകയാണ് തോറ നിയമങ്ങളായ മിഡ്സോട്ട്. ഈ നിയമങ്ങളെല്ലാം അബ്രഹാം പാലിച്ചിരുന്നുവെന്നാണ് യഹൂദ വിശ്വാസം. മോശ എഴുതിയതായി കരുതപ്പെടുന്ന പഞ്ചപുസ്തകങ്ങൾ മാത്രമാണോ തോറ? അല്ലെന്നാണ് യഹൂദ വിശ്വാസം. അവയിലില്ലാത്ത നിരവധി നിയമങ്ങളും വിശദീകരണങ്ങളും മോശയ്ക്ക് ദൈവം അവതരിപ്പിച്ചിരുന്നു. അവ മോശ മനഃപ്പാഠമാക്കുകയാണ് ചെയ്തത്. എഴുതപ്പെട്ടിട്ടില്ലാത്ത അവ കൂടി ഉൾക്കൊള്ളുന്നതാണ് തോറ. തനിക്ക് മനഃപ്പാഠമുള്ള തോറയിലെ ഭാഗങ്ങൾ മോശ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. അത് അവർ അടുത്ത തലമുറയെ പഠിപ്പിച്ചു. തലമുറകളായി വായ്മൊഴിയായി പ്രസരിച്ച തോറ അഥവാ ഷേബൽപെഹ്, എഴുതപ്പെട്ട തോറ അഥവാ ഷേബിക്തൗ എന്നീ 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ തോറയെന്നാണ് യഹൂദർ കരുതുന്നത്. മോശയിൽ നിന്ന് യോശുവയും അദ്ദേഹത്തിൽ നിന്ന് സമകാലികരും അവരിൽ നിന്ന് പിന്നീടുള്ള തലമുറകളും മനഃപ്പാഠമാക്കി സംരക്ഷിച്ച വാചിക തോറ സമാഹരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തത് ക്രിസ്താബ്ദം 217 മരണപ്പെട്ട റബ്ബി യഹൂദ ഹന്നാസിയാണ്. ഏകദേശം 20 വർഷങ്ങളെടുത്ത് സമാഹരിച്ച ഇത് ആവർത്തിത പഠനം എന്ന് പരിഭാഷപ്പെടുത്താവുന്ന മിഷ്ന എന്നാണ് അറിയപ്പെടുന്നത്. കാർഷിക നിയമങ്ങൾ, ശാബത്തിനെയും ആഘോഷങ്ങളെയും സംബന്ധിച്ച നിയമങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, ബലി നിയമങ്ങൾ, അനുഷ്ഠാന ശുദ്ധിയെക്കുറിച്ച നിയമങ്ങൾ എന്നിങ്ങനെ 6 ഭാഗങ്ങളായാണ് മിഷ്ന എഴുതപ്പെട്ടിരിക്കുന്നത്. വളരെയേറെ സൂക്ഷ്മതയോടെ എഴുതപ്പെട്ട മിഷ്നയിലെ നിയമങ്ങളുടെ സാഹചര്യങ്ങളെയും വിശദീകരണങ്ങളെയും കുറിച്ച് യെരുശലേമിലും ബാബിലോണിയയിലുമുള്ള തോറാ പഠന കേന്ദ്രങ്ങളായ യെശിവകളിൽ വെച്ച് യഹൂദ റബ്ബിമാർ ആഴത്തിൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് ഉരുത്തിരിഞ്ഞതാണ് തൽമൂദ്. അതും തോറയുടെ ഭാഗം തന്നെയാണ് എന്നാണ് യഹൂദ വിശ്വാസം. ക്രിസ്താബ്ദം 350 കാലത്ത് റബ്ബി മുനയുടെയും റബ്ബി യോസിയുടെയും നേതൃത്വത്തിൽ ജെറുസലേം തൽമൂദും 427 കാലത്ത് റബ്ബി ആഷിയുടെയും റാബിനയുടെയും നേതൃത്വത്തിൽ ബാബിലോണിയൻ തൽമൂദും രേഖപ്പെടുത്തപ്പെട്ടു. മിഷ്നയും അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച വിശദീകരണവും വ്യാഖ്യാനവും ഉൾക്കൊള്ളുന്ന ഗമാറയും ചേർന്നതാണ് തൽമൂദ്. 2 തൽമൂദുകളിൽ കൂടുതൽ പ്രാമാണികമായി കരുതപ്പെടുന്നത് ബാബിലോണിയൻ തൽമൂദാണ്. യഹൂദ ജീവിതത്തിന്റെ ആണിക്കല്ലാണ് തൽമൂദ് എന്ന് പറയാം. കർത്താവ് മോശയെ പഠിപ്പിച്ചതായി കരുതപ്പെടുന്ന എഴുതപ്പെടാത്ത നിയമങ്ങളായ മിഷ്നയും അവയുടെ പുരോഹിത വ്യാഖ്യാനങ്ങളായ ഗമാറയും ചേർന്ന തൽമൂദിനെയാണ് വാചിക തോറയായി യഹൂദ സമൂഹം പരിഗണിക്കുന്നത്. പഞ്ചപുസ്തകങ്ങളിലെ രേഖീകരിക്കപ്പെട്ട തോറയെപ്പോലെ തന്നെ ദൈവീകമാണ് വാചിക തോറയുമെന്നാണ് യഹൂദ വിശ്വാസം. മോശ എഴുതിയതായി അറിയപ്പെടുന്ന രേഖീകരിക്കപ്പെട്ട തോറയായ ചുമാഷിൽ തന്നെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്നും
പിൽക്കാലത്ത് രചിക്കപ്പെട്ട പ്രവാചക ഗ്രന്ഥങ്ങളെയും ബൈബിളിലുള്ള മറ്റു പുസ്തകങ്ങളെയും എല്ലാം തോറയുടെ ഭാഗമായി പരിഗണിക്കുന്നവരാണ് യഹൂദർ എന്നും നാം മനസ്സിലാക്കി. അവയെയും മോശയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രചിക്കപ്പെട്ട മിഷ്നയെയും അതിന്റെ വ്യാഖ്യാനമായ ഗമാറയുൾക്കൊള്ളുന്ന തൽമൂദിനെയും എല്ലാം തോറയായി ഗണിക്കുകയും തങ്ങളുടെ ജീവിതത്തിന് ആധാരമായി അവയെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന യഹൂദ ഗോത്രങ്ങൾ നിലനിന്നിരുന്ന സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഈ പുരോഹിത സൃഷ്ടികളെല്ലാം തോറ തന്നെയാണെന്ന് കരുതുന്നവരോട് തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് അവതരിപ്പിച്ചുവെന്ന് പറയുന്നതിന് പകരം അൽ കിതാബാണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. യഹൂദർ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥശേഖരത്തെയും തൽമൂദ് പോലെയുള്ള പിൽക്കാല പുരോഹിത വ്യാഖ്യാനങ്ങളെയും തോറ എന്ന പൊതുനാമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് നൽകപ്പെട്ട സന്ദേശത്തെ അൽ കിതാബ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതീവ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. എഴുതപ്പെട്ടത് എന്ന് അർത്ഥം വരുന്ന കതബ എന്ന ക്രിയയിൽ നിന്ന് നിഷ്പന്നമായ കിതാബ് എന്ന പദപ്രയോഗത്തിലൂടെ വാമൊഴിയായി കൈമാറി വന്ന പാരമ്പര്യങ്ങളെയോ മനുഷ്യനിർമ്മിതമായ കൂട്ടിച്ചേർക്കലുകളെയോ അല്ല, മറിച്ച് അള്ളാഹു എഴുതപ്പെട്ട രൂപത്തിൽ നൽകിയ സന്ദേശത്തെയാണ് ഖുർആൻ അംഗീകരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ദൈവം തന്റെ വിരലുകൾ കൊണ്ട് ഫലകങ്ങളിൽ എഴുതിയാണ് മോശയ്ക്ക് നിയമങ്ങൾ നൽകിയതെന്ന ബൈബിൾ സാക്ഷ്യവും പുറപ്പാട് പുസ്തകം 31 അധ്യായം 18 വചനം മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് നൽകപ്പെട്ട ഫലകങ്ങളെ അഥവാ അൽവാഹ് അവയെക്കുറിച്ചുള്ള ഖുർആനിക പരാമർശങ്ങളും 7 അധ്യായം 145 സൂക്തം ഈ വസ്തുതയെ ബലപ്പെടുത്തുന്നു. ഇന്നത്തെ തോറയിൽ ചിതറിക്കിടക്കുന്ന 613 കൽപ്പനകളുടെ അഥവാ മിറ്റ്സ്വോട്ട് യഥാർത്ഥ ആദിരൂപമായിരിക്കണം അള്ളാഹു നൽകിയ ഈ അൽ കിതാബ്. പിൽക്കാലത്ത് പുരോഹിതന്മാർ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയ തോറയിലെ എല്ലാ ഭാഗങ്ങളെയും ദൈവികമായി അംഗീകരിക്കുന്നതിന് പകരം അള്ളാഹു യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച സത്യാസത്യ വിവേചകമായ ഫുർഖാൻ, ആ ശുദ്ധമായ സന്ദേശത്തെ മാത്രം വേർതിരിച്ചു കാണിക്കാനാണ് ഖുർആൻ ഈ പദപ്രയോഗത്തിലൂടെ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം 47 ഭാഗം മൂസാ നബിയുടെ കിതാബ്, വിശുദ്ധ ഖുർആൻ 2 അധ്യായം സൂറത്തുൽ ബഖറ 53 ആയത്ത്. രചന എം അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ് തുടരും. ഖുർആൻ ആസ്വാദനം. ഖുർആൻ പാരായണം, നിയമങ്ങളുടെ വിശദീകരണം അബ്ദുള്ള തിരൂർക്കാട്. ആസ്വാദനം രചന എം അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ.